ഹലോ, എല്ലാവർക്കും രാഗിത്തന വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. തനുവിന് സ്കൂളിൽ ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കി കൊണ്ടുപോകണം മിസ്സിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഒരു ഡിസൈൻ എടുത്ത് വെച്ചു. എന്നിട്ട് ഇതേ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒരു A4 സൈസിൻ്റെ പേപ്പർ, ഞാൻ ചാർട്ട് പേപ്പർ A4 സൈസിന് ആ ഒരു സൈസിനാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനെ മുകളിലോട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള കളർ പേപ്പർ എടുക്കാം. എന്നിട്ട് അതിനെ ഇങ്ങനെ സ്കെയിൽ വെച്ച് വരച്ചിട്ട് ഒരു ഡിസൈൻ വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഷേപ്പിനങ്ങ് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതിൽ പേസ്റ്റ് ചെയ്യാം. ഈ വൈറ്റ് പേപ്പറിൻ്റെ മണ്ടയിൽ വെക്കാം. അപ്പോൾ ഒരു ഡിസൈൻ പോലെ കിട്ടും. ഇങ്ങനെ കിട്ടും. നെക്സ്റ്റ് വന്നിട്ട് കുറച്ച് ഡിസൈൻസ് വരയ്ക്കാം. അതായത് ലീവ്സിൻ്റെ ഒന്നുകിൽ വരച്ചിട്ട് കളർ ചെയ്യുക, അല്ലെങ്കിൽ ഗ്രീൻ കളർ പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുക. എൻ്റെ കയ്യിൽ ഗ്രീൻ കളർ പേപ്പർ ഉണ്ടായിരുന്നു, സോ ഞാൻ അതിൻ്റെ ബാക്കിലാണ് വരച്ചത്. ഞാൻ അങ്ങനെ 3 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉണ്ടാക്കിയത് എടുത്ത് പേസ്റ്റ് ചെയ്ത് വെക്കാം. നമുക്കിത് ഇതുപോലെ 3 ഒട്ടിച്ച് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് 2 കോൺസ് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. സർക്കിൾ വരച്ചിട്ട് അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സെമി സർക്കിൾ കിട്ടത്തില്ല ഈ സാധനം. അതിനെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കോൺ ഷേപ്പിൽ കിട്ടും. ഞാൻ ആദ്യം വലുതായിപ്പോയി എൻ്റെ സർക്കിൾ, പിന്നെ ഞാൻ അതിനെ ചെറുതാക്കി എടുത്തു കേട്ടോ. എനിക്ക് ചെറിയ കോൺസ് മതിയായിരുന്നു. എന്നിട്ട് ഞാൻ അതിനൊരു ഭംഗിക്ക് വേണ്ടി ഒരു ഗ്ലിറ്ററിങ് പേപ്പറും കൂടെ എൻ്റെ മണ്ടയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 കോൺസ് ശരിയാക്കി എടുത്തു കേട്ടോ. ഇനി നമുക്കത് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് അതിനെ പേസ്റ്റ് ചെയ്ത് വെക്കുക അവിടെ. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് വേണ്ട. അതിന് വേണ്ടിയിട്ട് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് എടുത്തിട്ട് ഇങ്ങനെ 4ആയിട്ട് മടക്കി ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ വരച്ചിട്ട് ഇങ്ങനത്തെ ഷേപ്പിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ കിട്ടും. അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഈ റെഡ് കളർ. അതിനെ 2ആയിട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. അത് അവൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഡബിൾ സൈഡ് ടേപ്പാണ് എടുത്തിരിക്കുന്നത്. അത് കുഞ്ഞ് സംഭവമായതുകൊണ്ട് പെട്ടെന്ന് നന്നായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടി ഡബിൾ സൈഡ് ടേപ്പ് എടുത്ത് ഒട്ടിച്ചു കൊടുത്തു. ഇനി അതിൽ കൂടെ ഡെക്കറേറ്റീവായിട്ട് 2 സംഭവങ്ങളും കൂടെ വെക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ റെഡ് കളർ ടേപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ റെഡ് കളർ പേപ്പറിൽ ചെയ്താലും മതി. റെഡ് കളർ ടേപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇനി നടുക്കൊരു നമുക്ക് ഒരു മുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം കൂടെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ആയി കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനെയാണ്, സാന്റാക്ലോസിനെ. അതിന് വേണ്ടിയിട്ട് ഈ ഷേപ്പിൽ വെട്ടിയെടുത്ത് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇനി ഒരു ചെറിയ ഇതുപോലത്തെ ഒരു ഓവലല്ല, ഒരു നീളത്തിൻ്റെ ഒരു ഷേപ്പിലും കൂടെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ എടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ബാക്കിയൊക്കെ നമുക്ക് വരച്ചെടുക്കാം. ഇത് വേണമെങ്കിലും വരച്ചെടുക്കാം കേട്ടോ. ബാക്കി സൈഡ് അതിൻ്റെ തൊപ്പിയും ബാക്കി കാര്യങ്ങളൊക്കെ വരച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതെല്ലാം വരച്ചിട്ട് കളറൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ട് കണ്ണും മീശയൊക്കെ വരയ്ക്കുവാണേ. കണ്ണും ഇതൊക്കെ ഇങ്ങനെ വരച്ചെടുത്തിട്ട് അത് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു, ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതാണ്ടൊരു സാന്റാക്ലോസ് പോലെയൊക്കെ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കുറച്ച് ഡെക്കറേഷൻ പരിപാടികൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ വരച്ചിട്ട് കുറച്ച് സ്റ്റാറൊക്കെ തുമ്പിൽ വരച്ചിട്ടു. അതെല്ലാം തനുവിനെ കൊണ്ടായിട്ടോ ചെയ്യിപ്പിച്ച് അവനെ കളറിങ് ഒക്കെ ചെയ്തത്. ഇനി നമുക്ക് എൻ്റെ കയ്യിലൊരു സിൽവർ കളർ സ്റ്റാറിൻ്റെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിട്ട് അതൊക്കെ കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കുറച്ച് സ്റ്റാറും കൂടെയൊക്കെ ഒട്ടിച്ചു. അപ്പം ഇങ്ങനത്തെ ഒരു ലുക്കിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അകത്തൊരു ചെറിയ ഡെക്കറേഷന് വേണ്ടിയിട്ട് യെല്ലോ കളർ സെലോ ടേപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചൊരു യെല്ലോ അല്ല, ഒരു ഗോൾഡൻ കളർ. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുത്തു. ഇനി അതിനകത്ത് എഴുതിയതൊക്കെ തന്മയാണ് കേട്ടോ. തനുക്കുട്ടനാണ് എല്ലാം എഴുതിയത്. സ്കെച്ച് പെൻ വെച്ച് വല്ലതും എഴുതുകയാണെങ്കിൽ തെറ്റിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവനെ കൊണ്ട് പെൻസിൽ വെച്ച് എഴുതിപ്പിച്ചത്. എല്ലാം ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയായി നമ്മുടെ ക്രിസ്മസ് കാർഡ്. ഇഷ്ടമായെന്ന് വിചാരിക്കണം. എഴുതിയതെല്ലാം തനുക്കുട്ടനാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ക്രിസ്മസ്. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് നല്ല അടിപൊളിയാവട്ടെ. അപ്പോൾ ശരി, ടാറ്റ ബൈ ബൈ. ഓക്കെ, സി യു. മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.